എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ സാധാരണഗതിയിൽ പാനിക് ഡിസോർഡറുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ആങ്സൈറ്റി കുറച്ച് കൂടുതലുള്ള ആളുകൾ, പാനിക് ഡിസോർഡർ അനുഭവിക്കുന്ന ആളുകൾ തല കറങ്ങുന്നു എന്ന് പറയാറുണ്ട്. ഞാൻ ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാൻ പോകുന്നു എന്ന് പറയാറുണ്ട്. എൻ്റെ കാലുകൾ നിലത്തുറയ്ക്കാത്ത പോലെ എൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നു, ഞാൻ വീഴാൻ പോകുന്നു, തല കറങ്ങുന്നത് പോലെ തോന്നുന്നു, തലയ്ക്ക് ഭാരമില്ലാത്ത ഒരവസ്ഥ അനുഭവപ്പെടുന്നു എന്നെല്ലാം പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് മറക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനു മുമ്പ് തന്നെ ഞാൻ പാനിക് അറ്റാക്കിനെ കുറിച്ചും പാനിക് ഡിസോർഡറിനെ കുറിച്ചും ആങ്സൈറ്റിയെക്കുറിച്ചും ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുക. വീണ്ടും പുതിയ വീഡിയോകളുമായി ഞാൻ വരും. മനസ്സിലാക്കേണ്ടത്, പാനിക് അറ്റാക്കിന് ശേഷം നമ്മൾ അങ്ങേയറ്റം ഒരു നെഗറ്റീവായ മാനസികാവസ്ഥയിലാണ്. നമ്മുടെ മനസ്സ് അങ്ങേയറ്റം കലുഷിതമാണ്. എനിക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്ന ഒരു മനസ്സാണ് നമ്മുടേത്. ശാരീരികമായും മാനസികമായും എമോഷണലായും വൈകാരികമായുമുള്ള ലക്ഷണങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ചിലതാണ് നല്ലപോലെ ഹാർട്ട് ബീറ്റ് കൂടുക, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുക, തൊണ്ടയിലെന്തോ കാര്യമായ അടച്ചിരിക്കുന്ന പോലെ തോന്നുക, തല കറങ്ങുക, അതേപോലെ നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്ന പോലത്തെ ഒരവസ്ഥ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ. അതിൽ പെടുന്ന ഒരു ലക്ഷണമാണ് തല കറങ്ങുന്നത് പോലെ തോന്നുക എന്നുള്ള ലക്ഷണം. എന്തുകൊണ്ടാണ് ഞാൻ തല കറങ്ങുന്നത് പോലെ തോന്നുക എന്ന് പറയുന്നത് എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആക്ച്വലി തല കറങ്ങുന്നത് പോലെ തോന്നുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ശാരീരികമായ ഒരു ലക്ഷണമാണത്. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ടത് അതൊരു ലക്ഷണം മാത്രമാണ്, അതൊരിക്കലും യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ തോന്നൽ എന്നുള്ളതിനെ കറക്റ്റായി ആ ഭാഷയിൽ പറയാൻ കഴിയുകയില്ല. കാരണം അതൊരു ലക്ഷണമാണ്, ശാരീരികമായ ഒരു ലക്ഷണമാണത്. അപ്പോൾ ശാരീരികമായ ലക്ഷണമാകുമ്പോൾ അത് തോന്നലാവുകയില്ലല്ലോ. ഇതിന് പ്രധാനപ്പെട്ട 3 കാരണം: തല കറങ്ങുന്നത് പോലെ തോന്നുന്നു, തലയ്ക്ക് ഭാരമില്ലാത്തത് പോലെ തോന്നുന്നു, എനിക്ക് ബാലൻസ് ഇല്ലാതെ പോലെ തോന്നുന്നു എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് എടുത്തു ചാടാതെ, കമൻറ്റുകൾ വായിക്കാൻ പോകാതെ ഈ വീഡിയോ മുഴുവനായും കാണുക. എന്നാലേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പാനിക് ഡിസോർഡർ ഉള്ളവർ, പാനിക് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷമാണ് പാനിക് ഡിസോർഡർ വരുന്നത്. പാനിക് ഡിസോർഡർ ഉള്ളവർ സാധാരണഗതിയിൽ എമോഷണലി, അതായത് വൈകാരികമായി ഒരു അൺസ്റ്റേബിൾ ആയിരിക്കും. അവരുടെ ശരീരത്തിലും മനസ്സിലും ചിന്തകളിലും എന്തൊക്കെയോ സംഭവിക്കുന്നു. വൈകാരികമായി ഇവർ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. അങ്ങനെ വരുമ്പോൾ വൈകാരികമായുള്ള മാനസികാവസ്ഥ, നമുക്കറിയാം, നമ്മൾ അങ്ങേയറ്റം ക്ഷീണിച്ചിരിക്കുമ്പോൾ, അങ്ങേയറ്റം മാനസികമായ സമ്മർദ്ദം, മറ്റ് വിഷയങ്ങൾ അനുഭവിക്കുമ്പോഴും നമുക്ക് തലയ്ക്ക് ഭാരമില്ലാത്ത ഒരവസ്ഥ വരികയും നമ്മൾ സാധാരണഗതിയിൽ കിടക്കുകയാണ് ചെയ്യുക. വൈകാരികമായ അവസ്ഥ വരുമ്പോൾ നമുക്ക് തലവേദന ഉണ്ടാവാറുണ്ട്. സാധാരണ രീതിയിൽ പാനിക് ഡിസോർഡർ ഉള്ള സമയത്തല്ല, സാധാരണ ദിവസങ്ങളിൽ തന്നെ വൈകാരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് തലവേദന ഉണ്ടാവാറുണ്ട്. ആ തലവേദനയുടെ മറ്റൊരു ഭാഗമാണ് ഈ പറയുന്ന തലയ്ക്ക് ഭാരമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ബാലൻസ് തെറ്റുന്നതായി നമുക്ക് തോന്നാം. തലയ്ക്ക് ഭാരമില്ലാത്ത ഒരവസ്ഥ, ആ സമയത്ത് നമ്മൾ നടക്കുകയോ നിൽക്കുകയോ എന്തെങ്കിലും ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തലയ്ക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ചരിക്കലോ തിരിക്കലോ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓറിയന്റേഷൻ നഷ്ടപ്പെടുകയും അവിടെ നമുക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയും ചെയ്യാം. തോന്നലല്ല, ശാരീരികമായിട്ടുള്ള ലക്ഷണമാണ്, തല കറങ്ങുന്നു എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നു. രണ്ടാമത് ഒരു കാരണം ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി കുറയുക. അത് നമ്മൾ ആൻഷ്യസ് ആവുമ്പോൾ നമ്മുടെ ബ്രീത്തിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, അതായത് ശ്വാസോച്ഛ്വാസത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ ശ്വാസോച്ഛ്വാസം നമുക്കറിയാം, ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ആങ്ഷ്യസ് ആയിട്ടുള്ള സമയത്ത്, പാനിക് ഡിസോർഡർ ഉള്ള സമയത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി തകരാറിലാവുന്നത് കൊണ്ട്
നമ്മൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് അതൊരു ഡിസിനെസ്സായും ലൈറ്റ് ഹെഡഡ്നെസ്, അതായത് നമ്മുടെ തലയ്ക്ക് ഭാരമില്ലാത്ത ഒരവസ്ഥയായും കൈകാലുകളിൽ ടിംഗ്ലിംഗ് പോലെയുള്ള ഒരു തരിപ്പ് പോലെയുള്ള അവസ്ഥ അനുഭവപ്പെടുകയും അതിൻ്റെ കൂടെ മറ്റ് DPDR പോലെയുള്ള സിംറ്റംസ് വരികയും ചെയ്യുന്നു. അപ്പോൾ തലയ്ക്ക് ഭാരമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നതിന് മറ്റൊരു കാരണം ഹൈപ്പർ വെന്റിലേഷനാണ്. ഈ ഹൈപ്പർ വെന്റിലേഷന് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, സ്ക്വയർ ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. ബെല്ലി ബ്രീത്തിങ് ചെയ്യാം, സ്ക്വയർ ബ്രീത്തിങ് ചെയ്യാം. മൂന്നാമത് നമ്മൾ വീണ്ടും പറയുന്നു, ആങ്സൈറ്റി, പാനിക് ഡിസോർഡറുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റി ഇവയുള്ളവർക്കാണ് ഈ തലയ്ക്ക് ഭാരമില്ലാത്ത അവസ്ഥ വരുന്നത്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഇവിടെ പാനിക് ഡിസോർഡർ പൊതുവെ ശാരീരികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള പേടി, ടെൻഷൻ, ആങ്സൈറ്റി ആയതുകൊണ്ട് നമ്മൾ തല കറങ്ങുന്നു, തലയ്ക്ക് ഭാരം കുറയുന്നു എന്നുള്ള അവസ്ഥയിൽ ഫോക്കസ് ചെയ്താൽ അത് വീണ്ടും ആങ്സൈറ്റി കൂടാൻ സഹായിക്കുകയും ആ ആങ്സൈറ്റി ഈ സിംറ്റംസിനെ വീണ്ടും കുറച്ചുകൂടി സ്ട്രോങ് ആകുകയും ചെയ്യുന്നു എന്നും കൂടി മനസ്സിലാക്കണം. അതായത് ആങ്സൈറ്റി കാരണം തല കറങ്ങുന്ന അല്ലെങ്കിൽ തലയ്ക്ക് ഭാരമില്ലാത്ത, ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ആങ്ഷ്യസ് ആവുന്നു. അങ്ങനെ ആങ്ഷ്യസ് ആവുമ്പോൾ ഈ ലക്ഷണങ്ങൾ വീണ്ടും സ്ട്രോങ് ആവുന്നു. നമ്മൾ വീണ്ടും ആങ്ഷ്യസ് ആവുന്നു, ആ ലക്ഷണങ്ങൾ വീണ്ടും സ്ട്രോങ് ആവുന്നു. ഈ ചാക്രിക പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ മറ്റൊരു കാരണം. അതായത് 3 കാരണങ്ങൾ പറഞ്ഞു. 1, എമോഷണലായി പാനിക് ഡിസോർഡർ ഉള്ളവർ അൺസ്റ്റേബിൾ ആയിരിക്കും. 2, ഹൈപ്പർ വെന്റിലേഷൻ എന്ന പ്രശ്നം. 3, ഫോക്കസ്, അതായത് നമ്മുടെ ലക്ഷണത്തിൽ ഫോക്കസ് ചെയ്ത് കൂടുതൽ ആങ്ഷ്യസ് ആവുക എന്നുള്ള പ്രശ്നം. പാനിക് ഡിസോർഡറെ കുറിച്ചും പാനിക് അറ്റാക്കിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുക. അത് ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല. ഈ വരുന്ന ലക്ഷണങ്ങൾ മാനസിക രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങളല്ല. ഇവ നമ്മുടെ ശാരീരിക അവസ്ഥയാണ്. ഇത് മാറ്റിയെടുക്കാൻ, അതായത് പാനിക് അറ്റാക്കും പാനിക് ഡിസോർഡറും മാറ്റിയെടുക്കുവാൻ CBT ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഇപ്പോൾ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന നമ്മുടെ ബാലൻസ് ഇല്ലായ്മ എന്നുള്ള അവസ്ഥ, അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വഴി ഡീപ്പായി ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യം ലക്ഷണം വരുമ്പോഴും അവിടെ ഇരുന്ന് റിലാക്സ്ഡായി സ്ലോ ആൻഡ് സ്റ്റഡിയായി ഒന്നുകിൽ ബെല്ലി ബ്രീത്തിങ് ചെയ്യുക, അതല്ലെങ്കിൽ സ്ക്വയർ ബ്രീത്തിങ് ചെയ്യുക, ഡീപ്പായി ബ്രീത്ത് ചെയ്യുക. പരമാവധി ഇൻഹലേഷൻ, അതായത് ശ്വാസം അകത്തേക്ക് വലിക്കുന്ന സമയവും ശ്വാസം പുറത്തേക്ക് വലിക്കുന്ന സമയവും ഒരേ രീതിയിലാവാൻ ശ്രദ്ധിക്കുക. അതായത് 4 മിനിറ്റ് 4 സെക്കൻഡ് നിങ്ങൾ ശ്വാസം അകത്തേക്ക് എടുത്താൽ അതേ 4 സെക്കൻഡ് പുറത്തേക്ക് വിടുക. അതായത് അകത്തേക്ക് എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും അകത്തേക്ക് എടുക്കുന്ന ഓക്സിജൻ്റെ അളവും പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും തുല്യമാകണം എന്നുള്ള അവസ്ഥ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സംജാതമാക്കിയാൽ ഈ ലക്ഷണം മാറും. ഇത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ലക്ഷണം വരികയില്ല എന്നർത്ഥം. ഈ പറഞ്ഞ 3 കാരണങ്ങളല്ലാതെ ബാലൻസ് നഷ്ടപ്പെടുവാൻ മറ്റനേകം കാരണങ്ങളുണ്ട്. ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നമാവാം, BP കുറയുന്ന പ്രശ്നമാവാം, ഷുഗർ കുറയുന്ന പ്രശ്നമാവാം, ശാരീരികമായി ചില ഇലക്ട്രോലൈറ്റിൻ്റെ കെമിക്കൽസിൻ്റെ കുറവ് കൊണ്ടാവാം. ഇതെല്ലാം നിങ്ങളൊരു ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ആദ്യം ഈ ഡിസിനെസ് അല്ലെങ്കിൽ ഈ തലകറങ്ങുന്ന പോലെ, അതല്ലെങ്കിൽ ബാലൻസ് നഷ്ടപ്പെടുന്നത് പോലെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് പാനിക് ഡിസോർഡറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കണ്ട് പൂർണ്ണമായി ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മറ്റ് ശാരീരിക അസുഖങ്ങൾ കൊണ്ടല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുറപ്പിച്ചതിന് ശേഷം മാത്രം ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് ഡിസോർഡറിൻ്റെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോവുക. അതിന് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം, ഞാൻ മറുപടി തരാം. നിങ്ങൾക്ക് എന്നോട് കൺസൾട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയക്കൂ. ഇമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.